ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളപ്പം നമ്മുടെ സ്പെയിനിലെ സെവില്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെയൊക്കെ കറങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് മോർണിംഗ് നമ്മൾ സെവില്ലെ ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ അവിടുത്തെ സെവില്ലെ കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നലെ നമ്മളിവിടെ വന്നപ്പം ഭയങ്കര വെയിലായിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കത്തീഡ്രൽ ആണല്ലേ, ഭയങ്കര ബിഗ്ഗസ്റ്റ് കത്തീഡ്രലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാലൻസിയയിലേക്ക് പോവാണ്. ബൈ റോഡ് നമ്മൾ വാലൻസിയയിലേക്ക് പോവാണ്. ഒരു കിടിലൻ റോഡ് ട്രിപ്പും അതിനിടയിലുള്ള സ്റ്റോപ്സും ഒക്കെ വരുന്നുണ്ട്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിവിടെ ഇങ്ങനെ കുറേ കുതിര സവാരികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കുതിരപ്പുറത്ത് നമ്മളെ ഈ ഒരു ടൗൺ ഫുള്ളും അവർ നടത്തി കാണിക്കും. നമ്മൾ ഇന്നലെ പോയില്ലേ പ്ലാസ ഡി എസ്പാനോ, അവിടെ ഇതുപോലെ കുതിരപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഹയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അവർ നടത്തി കാണിക്കും കേട്ടോ. എത്ര യൂറോ ആണെന്നൊന്നും അറിയത്തില്ല, വലിയ പൈസ ഒന്നും കാണത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ അതിൽ കയറ്റും. ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ കയറാൻ? ഇല്ല. അപ്പം ഞങ്ങൾ നടന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ സ്പെയിനിൽ വരുന്നവർക്ക്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ മെയിൻ ലാൻഡ്മാർക്കിൻ്റെ അവിടെയും ഇതുപോലെ കുതിരപ്പുറത്തുള്ളൊരു സവാരി ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, ഒരു പള്ളി, കുറേ കുതിരകളും, നല്ല രസമില്ലേ. അപ്പോൾ ഇനി അടുത്ത സ്ഥലം നമ്മൾ നോക്കട്ടെ എന്താണ് കാണാനുള്ളതെന്ന് നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ മനസ്സ് മാറി നമ്മുടെ കത്തീഡ്രലിനകത്ത് കയറാമെന്ന്. കാരണം അത്രയ്ക്ക് പുറമേ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അകത്ത് കയറി അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് കാണാനൊരു ആകാംക്ഷ. അപ്പോൾ ഞങ്ങൾ കയറാനായിട്ട് പോവാണ് കേട്ടോ. 12 യൂറോ പെർ പേഴ്സണാണ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഇത്രയും വലിയ ഒരു മാസീവ് ബിൽഡിംഗ് അല്ലേ, അത് കാണണമെങ്കിൽ 12 യൂറോ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അതിനകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോത്തിക് സ്റ്റൈലിലുള്ള കത്തീഡ്രലാണ് ഈ ഒരു സെവില്ലെ കത്തീഡ്രൽ. ഈ ഒരു കത്തീഡ്രലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അൽക്കാസാർ പാലസ്. പക്ഷെ അവിടെ ഇന്ന് നമുക്ക് പോകാനായിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുക്ക തന്നെയാണുള്ളത് കേട്ടോ. ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ശവശരീരം ഈ ഒരു പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിന് പ്രത്യേകമായൊരു ശവകുടീരം തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗിരാൾഡ എന്ന് പറഞ്ഞൊരു ടവറുണ്ട്. 104 മീറ്റർ ഉയരം വരുന്നൊരു ടവറാണിത്. ആദ്യകാലത്ത് മുസ്ലിം പള്ളിയുടെ മിനാറായിരുന്നത്. ഇപ്പോൾ അത് സെവില്ലയുടെ ചിഹ്നമായി തന്നെ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു സെവില്ലെ സിറ്റി തന്നെ ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ സെവില്ലയോട് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ടൗൺ ആയിട്ടുള്ള വാലൻസിയയിലേക്ക് നമ്മൾ റോഡ് വഴി നമ്മൾ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ നല്ല കിടിലൻ സീനറീസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിടിലൻ റോഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് നെർഹ ടൗണിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതൊരു കോസ്റ്റൽ ടൗൺ ആണ്. വളരെ അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ടൗൺ ആണ് ഈ ഒരു നെർഹ ടൗൺ. അപ്പോൾ അവിടെ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. വിശാഖ നമ്പൂതിരി ഹാപ്പി ആയിട്ടുണ്ട്. വിശാഖ നമ്പൂതിരിക്ക് ഇങ്ങനത്തെ വൈബൊക്കെയാണ് ഇഷ്ടം. ഹലോ, നമ്മളപ്പം സെവില്ലിൽ നിന്ന് നമ്മൾ വലൻസിയ പോകുന്ന വഴി നമ്മളൊരു ചെറിയൊരു റീറൂട്ട് ചെയ്ത് നമ്മൾ നെർജ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്, നെർഹ എന്നാണ് തോന്നുന്നു സ്പാനിഷിൽ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു കോസ്റ്റൽ ടൗണിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാനിത് ബാക്കിൽ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നെർഹ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോസ്റ്റൽ, സ്പെയിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഭയങ്കര ടൂറിസ്റ്റിക് പ്ലേസ് ആണ് സ്പെയിനിലെ കോസ്റ്റൽ ടൗൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഡിറ്ററേനിയൻ സീയുടെ ആ ഒരു ഭംഗിയും ബ്യൂട്ടിയും ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഈ നെർഹയിൽ നമുക്ക് ലോക പ്രശസ്തമായിട്ടുള്ള നെർഹ കേവ്സ് ഉണ്ട്. യുനെസ്കോയിൽ ഭാഗമാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ലോക പ്രശസ്തമായിട്ടുള്ള കേവാണത്, നെർഹ കേവ്സ് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലാൻഡ്മാർക്കാണ് ബാൽക്കണി ഓഫ് യൂറോപ്പ്. അപ്പം അവിടേക്ക് നമ്മൾ പോവുകയാണ്. അത് ജസ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഈവൻ നോർത്ത് ആഫ്രിക്കൻ കോസ്റ്റൽ ഇതുവരെ നമുക്ക് ആ ഒരു ഏരിയ വരെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ. ഈ ഒരു പേര് വരാൻ കാരണം നമ്മുടെ സ്പെയിനിലെ രാജാവായിട്ടുള്ള അൽഫോൺസോ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് ഈ ഒരു സ്ഥലത്തിനെ അങ്ങനെയാണ് കോൾ ചെയ്തത്. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പം ഭയങ്കര സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ഇപ്പം തോന്നുന്നു ഇവിടെ നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് കുറച്ച് നേരം വിസിറ്റ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. വൈബുള്ളൊരു സിറ്റിയാണ് കേട്ടോ. ഒരു കോസ്റ്റൽ ടൗൺ ആണ് കേട്ടോ ഇത്. ഒരുപാട് വാട്ടർ സ്പോർട്സും അതുതന്നെ മറ്റെല്ലാ വാട്ടർ പൈപ്സും അങ്ങനെ കുറേ വാട്ടർ സ്പോർട്സൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വൈബ് കിടലനാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളിപ്പം സെവിലിലൊക്കെ അനുഭവിച്ച അത്രയും ചൂടൊന്നും ഇവിടെ പറ്റുന്നില്ല. കാരണം കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ടായിരിക്കും. നല്ല തണുപ്പും എല്ലാം കൊണ്ട് നല്ലൊരു ഏരിയയാണിത്. ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു തോന്നുകയാണ് ഞങ്ങൾക്കിപ്പം. ആക്ച്വലി നല്ല അടിപൊളി വൈബാണ്. അപ്പം ആർക്കെങ്കിലും കോസ്റ്റൽ ടൗൺ പോലത്തെ അങ്ങനത്തെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു നെർഹ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ പറയും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ ചിലപ്പോൾ മാറ്റുമെന്ന് പറയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാനൊക്കെ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വലൻസിയയ്ക്ക് പോകാനിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈബൊക്കെ കണ്ട് നമ്മൾ ഇവിടെ അങ്ങ് നിന്നുപോയി. ഇപ്പോൾ ഇവിടെ 2-3 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വലൻസിയയിൽ നിന്ന് നടന്നുകൊണ്ട് ഞാൻ സംസാരിച്ചോ എന്താ. അപ്പോൾ വലൻസിയയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ഇന്നത്തെ നാളത്തെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ അടുത്തൊരിടത്ത് ഞങ്ങൾ സ്റ്റേ എടുക്കുവാണ്. എന്നിട്ട് അതും നല്ലൊരു കിടിലൻ ഹോട്ടൽ പിശാഗോ നമ്പൂതിരി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നാളെയാണ് ഞങ്ങൾ വലൻസിയയ്ക്ക് വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം വലൻസിയയിൽ ജസ്റ്റ് ടൗൺ മാത്രം കറങ്ങുന്നു. പിന്നെ ചിലപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മുടെ ലാറ്റോമാറ്റിന നടക്കുന്ന ആ ഒരു ടൗൺ കവർ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പം നമ്മുടെ ട്രിപ്പ് ആകെ മാറ്റിമറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു എന്തായിരുന്നു നെർഹ എന്ന് പറഞ്ഞ ഈ ഒരു ടൗൺ നമ്മുടെ പ്ലാൻ എല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വലൻസിയയിലല്ല നമ്മുടെ സ്റ്റേ എടുക്കുന്നിടത്ത് എത്തിയിട്ട് നമുക്ക് കാണാം അല്ലേ. ഒരു ഷോർട്ട് സൈനിങ് ഓഫ്. കണ്ടില്ലേ ഇവിടെ ഫുള്ളും ഇങ്ങനെ ഹോട്ടൽസാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഈ ഒരു സ്ക്വയർ ഫുള്ളും ഇങ്ങനെ ഹോട്ടൽസാണ്. അതുപോലെ ബീച്ച് ഫ്രണ്ട് വ്യൂ ഉള്ള ഹോട്ടൽസും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ മേ ബി ഇതിനായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് മാത്രം ഈ ഒരു കോസ്റ്റൽ ടൗൺ അല്ലെങ്കിൽ കോസ്റ്റൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്പെയിൻ വിസിറ്റ് ചെയ്യണം. നമ്മൾ മറ്റേ പാർട്ടാണ്, അതായത് നോൺ കോസ്റ്റൽ പാർട്ടാണ് നമ്മൾ കവർ ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് കോസ്റ്റൽ പാർട്ട് കവർ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്ക്വയറിനോടും ഈ ഒരു ബ്യൂട്ടിഫുൾ സ്മോൾ ടൗണിനോടും നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ എന്താ ഈ ഒരു ബ്യൂട്ടിഫുൾ ടൗണിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാനിങ് ഒക്കെ മാറിയിരിക്കുകയാണ്. റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോഴേ അങ്ങനെയാണല്ലോ. അപ്പം നാളെ നമ്മൾ ഇനിയും വലൻസിയയിലേക്ക് പോകുന്നുള്ളൂ. ഇന്ന് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എൻഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റാ.